എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം അഡ്വർട്ടോറിയലാണ്. ഇനി നേരെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. There has been a clear distinction between news and advertisement in all media. Most of us could easily find out what is news and what is advertisement. But now advertisements in the form of news stories or features appear in our media. സാധാരണഗതിയിൽ ഒരു പരസ്യം കണ്ടാൽ നമുക്കത് വളരെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഇത് പരസ്യമാണ്, അല്ലെങ്കിൽ ഒരു വാർത്ത കണ്ടാൽ ഇത് വാർത്തയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇന്നത്തെ പത്രങ്ങളിൽ അല്ലെങ്കിൽ മീഡിയയിൽ പലതിലും വരുന്ന സ്റ്റോറീസ് കാണുമ്പോൾ അത് വാർത്തയാണോ പരസ്യമായിട്ട് കൊടുത്താണോ തിരിച്ചറിയാൻ പറ്റുന്നില്ല. ദ ടേം അഡ്വർട്ടോറിയൽ ഈസ് എ ബ്ലെൻഡ് ഓഫ് ദി വേർഡ്സ് അഡ്വർടൈസ്മെൻറ്റ്സ് ആൻഡ് എഡിറ്റോറിയൽ. ഇറ്റ് ഈസ് ആസ് ആൻ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദി ഫോം ഓഫ് ആൻ editorial content such as news report and features masquerading as editorial content. We commonly comes across advertorial in newspaper and magazine, which are usually written in the form of an objective article and designed to look like a real and independent news story. Unfortunately, many readers hardly realize that these are advertisements. The words advertisements, marketing feature, promotional feature may or may not appear at the end of advertorials. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് എഡിറ്റോറിയൽ. എന്താ? ഒരു പത്രത്തിൻ്റെ അന്നത്തെ ഒരു ദിവസത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ കുറിച്ച്, ഒരു കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് ആ പത്രത്തിന് പറയാനുള്ള അഭിപ്രായമാണ്. ആ അഭിപ്രായത്തിന് പകരം അവരൊരു പരസ്യം അതിലൂടെ എഴുതുകയാണെങ്കിൽ അതിനർത്ഥം അവർ ആ കമ്പനിയെ, ആ പ്രോഡക്റ്റിനെ അത്രമേൽ താല്പര്യത്തോടു കൂടി എടുത്തിരിക്കുന്നു എന്നാണ്. അപ്പോൾ എഡിറ്റോറിയലിന് പകരം ഒരു കമ്പനിയുടെ പരസ്യം വരും. വളരെ അൺഎത്തിക്കലായിട്ടുള്ളൊരു പ്രാക്ടീസ് തന്നെയാണ്. പക്ഷേ ഇന്നത് നമ്മുടെ സമൂഹത്തിൽ വളരെ റെഗുലറായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതുകൊണ്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സാധാരണക്കാരന് ഇതിലേതാണ് ശരി, ഏതാണ് തെറ്റ്, അല്ലെങ്കിൽ ഏതാണ് എഡിറ്റോറിയൽ, ഏതാണ് അഡ്വർടൈസ്മെൻറ്റ്, ഇങ്ങനെ വേർതിരിച്ച് കണക്കാക്കാൻ അവന് കഴിയാതെ വരും. അവരെല്ലാം വിശ്വസിക്കാനായിട്ട് തയ്യാറാവും. അപ്പോൾ എഡിറ്റോറിയലിൽ പറയുന്നത് സത്യമായതുകൊണ്ട് അതൊരു അഡ്വർടൈസ്മെൻ്റ് ആക്കി മാറ്റിയാൽ ആ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്ന് പ്രേക്ഷകൻ വിചാരിക്കേണ്ടി വരും. എ റിലേറ്റഡ് പ്രാക്ടീസ് ഈസ് ദ ക്രിയേഷൻ ഓഫ് മെറ്റീരിയൽ ദാറ്റ് ലുക്സ് ലൈക്ക് ട്രഡീഷണൽ മീഡിയ സച്ച് ആസ് എ ന്യൂസ് പേപ്പർ ഓർ മാഗസിൻ ബട്ട് ഈസ് ആക്ച്വലി ക്രിയേറ്റഡ് ബൈ a company to market its product. Reputed publications do not accept advertorial that looks exactly like the reports or features in newspaper or magazines they are appearing. But many publications permit advertorial as these generate revenue. സാധാരണഗതിയിൽ വലിയ പത്രങ്ങൾ, വലിയ പത്രസ്ഥാപനങ്ങളൊന്നും തന്നെ അവരുടെ എഡിറ്റോറിയൽ മാറ്റി അതിലേക്ക് അഡ്വർടൈസ്മെൻറ്റ് കുത്തിക്കയറ്റാനായിട്ട് അനുവദിക്കില്ല. പക്ഷേ ചില ചെറുകിട പത്രങ്ങൾ ഇന്ന് ഈ പ്രാക്ടീസ് വളരെ കൂടുതലായിട്ട് നടപ്പിലാക്കുന്നുണ്ട്. കാരണം അവർക്ക് റവന്യൂ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ അവർക്ക് ഏത് വിധേനയും റവന്യൂ ഉയർത്താനുള്ള ഒരു മാർഗം കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ അഡ്വർടൈസ്മെൻറ്റുകളെ അവരുടെ എഡിറ്റോറിയലിൻ്റെ രൂപത്തിലേക്ക് മാറ്റി എഴുതും. Thus, the readers are taken for a ride and many of them hardly realize the distinction between editorial content and advertorial. The noble practice of clear-cut division between editorial content and advertisements is becoming very thin. The Press Council of India (PCI) advises news outlets to avoid the blurring of lines between advertisements and editorial in the following ways. നമ്മളുടെ PCI വളരെ കൃത്യമായിട്ട്, പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ തന്നെ ആൾക്കാരോട് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്, പത്രസ്ഥാപനങ്ങളോട്, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ ഇത്തരത്തിലുള്ള അഡ്വർട്ടോറിയൽസ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കരുത്. കാരണം അത് ജനങ്ങളിൽ പരിഭ്രാന്തി ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ അവർക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കാനായിട്ട് കാരണമാവും. ന്യൂസ് ഔട്ട്ലെറ്റ്സ് ഷുഡ് ഡിസ്ക്ലോസ് വെൻ ദെയർ ന്യൂസ് ഈസ് ഇൻ ഫാക്ട് അഡ്വർടൈസ്മെൻറ്റ്. News articles should provide bylines. News and advertisements should be given in different font to further differentiate them. 3 നിർദ്ദേശങ്ങളാണ് എഡിറ്റോറിയലും അഡ്വർടൈസ്മെൻറ്റ്സും തമ്മിൽ തിരിച്ചറിയാൻ കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തേത്, ഡിസ്ക്ലോസ് ദെയർ ന്യൂസ്
ഈസ് ഇൻ ഫാക്ട് അഡ്വർടൈസ്മെൻറ്റ്സ്. അഡ്വർടൈസ്മെൻ്റ് ആണോ ന്യൂസ് ആണോ എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയാനായിട്ട് പറ്റണം. ന്യൂസ് ആർട്ടിക്കിൾ ഷുഡ് പ്രൊവൈഡ് ബൈലൈൻ. ബൈലൈൻ എന്ന് വെച്ചാൽ ആരാണ് ന്യൂസ് എഴുതിയിട്ടുള്ളത് എന്നുള്ളത് അയാളുടെ പേര് വെളിപ്പെടുത്തുക. മൂന്നാമത്തേത്, അഡ്വർടൈസ്മെൻറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ ഡിഫറെൻറ്റ് ഫോണ്ട് ടു ഫർദർ ഡിഫറൻഷിയേറ്റ് ദം. അഡ്വർടൈസ്മെൻറ്റ്സ് ഒരു വേറെ രീതിയിലുള്ള ഫോണ്ടിലും വാർത്തകൾ കൊടുക്കുന്നത് മറ്റൊരു രീതിയിലും ആക്കിയെടുത്താൽ മാത്രമേ ഇവ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ എന്ന് PCI കൊടുത്ത നിർദ്ദേശത്തിൽ ഓൾറെഡി അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. Advertorial have become a part of the content of the media. It reflects the rising pressure to find way of getting cash from the advertisers at the cost of readers. The once scared separation between editorial and advertising is diminishing. Majority of readers will not detect advertising content of a news story. Advertorial appear on all pages, but their presence is glaring in business pages of Malayalam newspapers. ഇന്നും ഒരു സെപ്പറേഷൻ ഉണ്ടെങ്കിലും പലപ്പോഴും എഡിറ്റോറിയലിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റ് ന്യൂസുകളുടെ ഭാഗമായിട്ടോ ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ്റിനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം ബ്ലിങ്ക് ചെയ്ത് കൂടിച്ചേർന്ന് മിങ്കിൾ ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ ഇന്ന് അഡ്വർട്ടോറിയൽ എന്ന് പറയുന്നത് നമ്മളുടെ പത്രങ്ങളിൽ, പ്രത്യേകിച്ച് മലയാളം പത്രങ്ങളിൽ വളരെ റയറായിട്ട് മാത്രം കണ്ടുവരുന്ന ഒന്നാണ്. ഇനി അഡ്വർടൈസിങ് ഏജൻസി. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അഡ്വർടൈസിങ് ഏജൻസികൾക്ക് വളരെ വലിയ പ്രാധാന്യം നമ്മളുടെ സമൂഹത്തിലുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ ഈ അഡ്വർടൈസിങ് ഏജൻസികൾ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമ്മൾ ഇനിയാണ് കണക്കാക്കാനായിട്ട് പോകുന്നത്. അഡ്വർടൈസിങ് ഏജൻസികൾക്ക് നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുണ്ട്. കാരണം അവരാണ് ഇവിടുത്തെ മൊത്തം അഡ്വർടൈസ്മെൻറ്റ് വിങ്ങിൻ്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇപ്പോൾ ഒരു പത്രത്തിലേക്ക് പരസ്യം കൊടുക്കണമെങ്കിൽ നമ്മളൊരു പരസ്യം ചെയ്തു, അത് നേരെ കൊണ്ടുപോയിട്ട് ആ പത്രത്തിൽ കൊണ്ടുപോയി കൊടുക്കാനൊന്നും പറ്റില്ല. അതിനാണ് നമുക്ക് ഈ അഡ്വർടൈസിങ് ഏജൻസികളുടെയൊക്കെ ആവശ്യം കൂടുതലായിട്ട് വരുന്നത്. ഇനി നമുക്ക് അവരുടെ പ്രവർത്തനങ്ങൾ നോക്കാം. ആൻ അഡ്വർടൈസിങ് ഏജൻസി ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് ബിസിനസ് ഓർഗനൈസേഷൻ ദാറ്റ് ഡെവലപ്സ്, പ്രിപ്പയേഴ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് അഡ്വർടൈസ്മെൻറ്റ്സ് ഇൻ മീഡിയ. അവർ തന്നെ ഡെവലപ്പ് ചെയ്യും, അവർ തന്നെ എന്താണ് പരസ്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പ്രിപ്പയർ ചെയ്യും, അവർ തന്നെ പല മീഡിയാസിലേക്കായിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. The goal of an advertising agency is to make advertisements succeeded in order to improve the performance of a company, its brand image and its business. ഒരു കമ്പനിയുടെ ടോട്ടൽ പെർഫോമൻസിനെ ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഒരു ബ്രാൻഡിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാനും അവരുടെ ബിസിനസ് വർദ്ധിപ്പിക്കുക എന്നുള്ള 3 ലക്ഷ്യങ്ങളാണ് ഒരു അഡ്വർടൈസിങ് ഏജൻസിക്ക് ചെയ്യാനുള്ളത്. Most business firms hire professional advertising agency to create and place advertisements in various media units. In planning an advertising campaign, the agency must first determine the objective of the campaign. ഒരു അഡ്വർടൈസിങ് ക്യാമ്പയിൻ നടത്താനായിട്ട് ഒരു അഡ്വർടൈസിങ് ഏജൻസിനെ നമ്മൾ ഏൽപ്പിക്കുകയാണെന്ന് വിചാരിക്കും. അപ്പോൾ അവരതിൻ്റെ ഭാഗമായിട്ട് ആദ്യം തന്നെ ടാർഗറ്റഡ് ഓഡിയൻസ് എന്തൊക്കെ ഒബ്ജക്റ്റീവാണ് നമ്മളുടെ ക്യാമ്പയിനിങ്ങിലൂടെ നേടിയെടുക്കേണ്ടതെന്നുള്ളത് ആദ്യം ഡിറ്റർമൈൻ ചെയ്യും. ദി ഒബ്ജക്റ്റീവ് മേ ടു ബി പ്രൂവ് എ പ്രോഡക്ട്സ് സുപ്പീരിയോറിറ്റി ഓവർ കോമ്പീറ്റിംഗ് ബ്രാൻഡ്സ്, ടു ചേഞ്ച് ദി ഇമേജ് ഓഫ് ദി കമ്പനി എക്സെട്ര. The agency must also determine the target audience, the likely users of product at whom the advertisement will be aimed. Finally, the agency has to estimate how much money and time will be needed to carry out the campaign. ആദ്യം എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് നേടിയെടുക്കാനുള്ളതെന്ന് ഡിറ്റർമൈൻ ചെയ്യണം. ഡിറ്റർമൈൻ ദി ഒബ്ജക്റ്റീവ്സ്. ദെൻ ആ ഒബ്ജക്റ്റീവ്സിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, കമ്പനിയുടെ സുപ്പീരിയോറിറ്റി, മറ്റ് പ്രോഡക്ട്സിൽ നിന്നുള്ള വ്യത്യാസം, അല്ലെങ്കിൽ ആ ബ്രാൻഡ് ഇമേജിൻ്റെ പ്രത്യേകത, ഇതിലേതാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് തീരുമാനിക്കണം. അതിനുശേഷം ആരിലേക്കാണിത് മെസ്സേജ് എത്തേണ്ടത്, നമ്മുടെ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുന്നവരാരാണ്, ആ പർട്ടിക്കുലർ ഓഡിയൻസിനെ കണ്ടെത്തി ആ ടാർഗറ്റഡ് ഓഡിയൻസ് ആരാണെന്ന് ഡിസൈൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുക്കണം.
മൂന്നാമത്തേത്, നമ്മളുടെ ഈ മെസ്സേജ് ഈ അഡ്വർടൈസിങ് ക്യാമ്പയിനിങ്ങിലൂടെ അവരിലേക്ക് എത്താൻ എത്ര സമയമെടുക്കും, അതിനുവേണ്ടി എത്ര പണം ചിലവാക്കണം, ഏതൊക്കെ മീഡിയയിലൂടെ പരസ്യം ചെയ്യണം, ഇത്തരം കാര്യങ്ങളിൽ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. Many agencies also produce the ads they develop and virtually all buy time and space in the various media for their clients. Production is billed at an agreed upon price called a retainer. അപ്പോൾ ഇവർ ഒരു കൃത്യമായിട്ടൊരു പരസ്യം ഡെവലപ്പ് ചെയ്തെടുക്കുന്നു. അത് പബ്ലിഷ് ചെയ്യാൻ വേണ്ട സ്പേസും ടൈമൊക്കെ ഇവർ തന്നെ ഇവരുടെ ക്ലയൻറ്റിന് വേണ്ടിയിട്ട് മേടിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡീൽ എന്താണെന്ന് വെച്ചാൽ, ക്ലയൻറ്റും ഏജൻസിയും തമ്മിലുള്ള ഡീൽ എന്താണെന്ന് വെച്ചാൽ, അവർക്കൊരു നിശ്ചിത പ്രൈസ് കിട്ടിക്കൊണ്ടിരിക്കും. എന്തിനു വേണ്ടി? ആസ് എ റീറ്റെയ്നർ ഫീ. നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് ഈ ഏജൻസിയും ക്ലയൻറ്റും തമ്മിലുള്ള ബന്ധം നിലനിർത്താൻ ഒരു റീറ്റെയിനിങ് ഫീ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഫീ പോലെ കൊടുത്തുകൊണ്ടിരിക്കും. Accredited news advertising agencies enjoy a good rapport with the mass media. As a result, they are provided with the facilities such as 15% commission and deferred payment up to 45 days. Placement of advertising in media is compensated through commissions which account for as such as 75% of the income of larger agencies. Non-accredited agencies are frequently required to do business on cash down basis. ചില കമ്പനികൾ, അതായത് വലിയ അഡ്വർടൈസിങ് ഏജൻസീസ്, അവരെ ന്യൂസ് പേപ്പർ കമ്പനികളായിട്ട് അല്ലെങ്കിൽ മീഡിയകളുമായിട്ട് ഒരു ധാരണയിലെത്തും. എന്താ അവരുടെ ധാരണ? അവർ കൊണ്ടുവരുന്ന പരസ്യങ്ങളുടെ ബേസിസിൽ അവർക്ക് കമ്മീഷൻ കൊടുത്താൽ മതി എന്ന് പറയും. ഇപ്പം ഞാൻ ഒരു 5 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയുടെ ഒരു പരസ്യം കൊണ്ടുപോയി കൊടുത്തു, അതിൻ്റെ 15% എനിക്ക് കമ്മീഷൻ. ന്യൂസ് അഡ്വർടൈസിങ് ഏജൻസി ആണെങ്കിൽ. അപ്പോൾ എനിക്കെന്താ മെച്ചം? എനിക്ക് 1 കോടി രൂപയുടെ പരസ്യം പിടിച്ചു കൊടുത്താൽ ചുരുങ്ങിയതൊരു 15 ലക്ഷം രൂപ എനിക്ക് കിട്ടും. ഒരു ദിവസം 15 ലക്ഷം രൂപ എനിക്ക് കമ്മീഷൻ കിട്ടിയാൽ പോരെ? എന്താണ് ആഡ് ഏജൻസിക്ക് നഷ്ടം വരാൻ പോകുന്നത്? അപ്പോൾ അതാണ് അവരും മീഡിയകളും തമ്മിലുള്ള കണക്ഷൻ. അവർക്ക് ഓൾറെഡി റീറ്റെയിനിങ് ഫീ ആയിട്ട് ക്ലയൻറ്റ് പൈസ കൊടുക്കുന്നുണ്ട്. ക്ലയൻറ്റ് കൊടുക്കുന്ന പൈസ കൂടാതെ കിട്ടുന്ന പൈസയാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ബാക്കി ചില ചെറിയ കമ്പനികൾ, വലിയ അക്രഡേഷനും വലിയ ക്രെഡിബിലിറ്റി ഒന്നും ഇല്ലാത്ത ചെറിയ സ്ഥാപനങ്ങൾ, അവർ കമ്മീഷൻ ബേസിസിൽ തന്നെ അല്ലെങ്കിൽ ഒരു പരസ്യം ചെയ്താൽ ഇത്ര പൈസ ഞങ്ങൾക്ക് തരണം എന്നുള്ള ധാരണയിൽ ക്യാഷ് ഡൗൺ ബേസിസിൽ കച്ചവടം നടത്തുന്നു. Ad agencies are usually divided into departments, the number determined by the size and service of operation. There are 4 important departments in the advertising agency. These are explained below. ഏതൊക്കെയാണ് ആ ഏജൻസികളെന്ന് നമുക്കൊന്ന് നോക്കാം. കാരണം പല ഏജൻസികളായിട്ട് ഇതിനെ തിരിച്ചിരിക്കുകയാണ്. അഡ്വർടൈസിങ് ഏജൻസിനെ 3-4 വിഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഇവിടെ ശരിക്കും 4 വിഭാഗമായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിപ്പോൾ ഒരു ന്യൂസ് പേപ്പറിനായാലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനായാലും ഒരു കോർപ്പറേറ്റ് കമ്പനിക്കായാലും എല്ലാത്തിനും വേണ്ടതാണ്. അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ തീരുമാനിക്കപ്പെടണം. ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് കംപ്രൈസസ് എ മാനേജർ, അക്കൗണ്ട് ഡയറക്ടേഴ്സ് ആൻഡ് അക്കൗണ്ട് എക്സിക്യൂട്ടീവ്സ്. ദിസ് ഗ്രൂപ്പ് പ്ലാൻസ്, ഷെഡ്യൂൾസ് ആൻഡ് മാനേജസ് ദ വർക്ക്സ് ഇൻ ദി ഏജൻസി, ആഡ് ഏജൻസി. It also coordinates the artwork, get approval for the artwork from the client and places the advertisements in the media. അപ്പോൾ ഇവർ കണ്ടെത്തുന്നു, വാർത്തകൾ എന്ത് ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു വർക്കുകളെ, ഒപ്പം തന്നെ അപ്രൂവൽ മേടിക്കുന്നു. ഓരോ ആർട്ട് വർക്കിനും വേണ്ട അപ്രൂവൽ ക്ലയൻറ്റിൽ നിന്ന് മേടിക്കുന്നു. ഒപ്പം തന്നെ സ്പേസ് കണ്ടെത്തുന്നു. അഡ്വർടൈസ്മെൻറ്റ് ഏതൊക്കെ മീഡിയയിൽ എവിടെയൊക്കെ ഇടാൻ പറ്റുന്നുള്ളതിന് സ്പേസ് കണ്ടെത്തുന്നു. Creative department. This department consists of creative directors, copywriters, art directors and production managers. This department get ready the ideas, layout, visuals, text and thumbnail sketches of advertisements. ഇവരുടെ ഡ്യൂട്ടി എന്താ? ക്രിയേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടി എന്താ? അവരാണത് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്, പരസ്യം ചെയ്തു കൊടുക്കണ്ടേ. അതിനുവേണ്ട ആർട്ട് ഡയറക്ടേഴ്സ് വേണ്ട. ചിലപ്പോൾ ഒരു വലിയൊരു വിഷ്വൽ ചിലപ്പോൾ സെറ്റ് ഇടേണ്ടി വരും. അവിടെ വരെ പോയി ചെയ്യാനുള്ള ബഡ്ജറ്റ് അവരുടെ കയ്യിലുണ്ടാവില്ല. ഒരു പക്ഷേ സെറ്റ് ഇട്ടാൽ അത് അതിലും ലാഭത്തിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ സെറ്റ് ഇട്ട് ചെയ്യും. ഇപ്പോൾ മഞ്ഞുമലയുടെ മുകളിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കുളു മണാലിയിലോ അല്ലെങ്കിൽ ഷിംലയിലോ ഡാർജിലിങ്ങിലോ ഒന്നും പോയി ഷൂട്ട് ചെയ്യണമെന്നില്ല. കേരളത്തിൽ തന്നെ
സ്നോ സിറ്റികൾ പോലത്തെ സ്ഥലങ്ങളുണ്ട്. ബാംഗ്ലൂർ പോയ സ്നോ സിറ്റി ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ അതിലൊരു മഞ്ഞിൻ്റെ പ്രതീതി കിട്ടിയാൽ മതി. ബാക്കി ആർട്ട് വർക്കേഴ്സ് ഭംഗിയാക്കിയിട്ട് ചെയ്തു തരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റീവായിട്ട് പരസ്യം ചെയ്യുക, പരസ്യത്തിന് വേണ്ട ലേഔട്ട് തയ്യാറാക്കുക, അതിൻ്റെ പ്രൊഡക്ഷൻ നടത്തുക, തമ്പനെയിൽ ക്രിയേറ്റ് ചെയ്യുക, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ക്രിയേറ്റീവ് വിങ് പ്രവർത്തിക്കുന്നത്. മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ്, അവർക്കാണ് ഓരോ മീഡിയാസുമായിട്ട് കൂടുതൽ കണക്ഷൻ ഉണ്ടായിരിക്കുക. ദിസ് ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട്സ് ദ മോസ്റ്റ് ഇഫക്റ്റീവ് മീഡിയ ടു ചാനലൈസ് ദി അഡ്വർടൈസ്മെൻറ്റ്സ്. ഇറ്റ് ഓൾസോ അഡ്വൈസ് ദ ക്ലയൻറ്റ് അബൌട്ട് ദ റിലേറ്റീവ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് വാരിയസ് മീഡിയ യൂണിറ്റ്സ്. ഓരോ മീഡിയ യൂണിറ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലാഭനഷ്ടത്തെക്കുറിച്ചിട്ട് ക്ലയൻറ്റിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും അവർക്ക് വേണ്ട മീഡിയ ഏതാണെന്ന് സെലക്ട് ചെയ്യുകയാണ് ഇവരുടെ ഉത്തരവാദിത്തം. ദി മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് മേക്സ് ദ ഡിസിഷൻ അബൌട്ട് വേർ ആൻഡ് വെൻ ടു പ്ലേസ് ആഡ്സ് ആൻഡ് ദെൻ ബൈസ് ദി അപ്രോപ്രിയേറ്റ് ടൈം ഓർ സ്പേസ്. ഒരു പരസ്യത്തിന് വേണ്ട കൃത്യമായിട്ടുള്ള സമയവും അതിനു വേണ്ടി വരുന്ന ചെലവും ഒക്കെ കണക്കാക്കി അതിൻ്റെ ലാഭനഷ്ട സാധ്യതകളെ വിലയിരുത്തി ഏതാണ് നമ്മുടെ ക്ലയൻറ്റിന് ആവശ്യമുള്ളതെന്ന് തീരുമാനിക്കുന്നത് മീഡിയ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഫോർത്ത് വൺ, റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. മാർക്കറ്റ് റിസർച്ച് ടെക്സ്റ്റ് പ്രൊഡക്റ്റ് വയബിലിറ്റി ഇൻ ദി മാർക്കറ്റ്, ദ ബെസ്റ്റ് വെന്യൂസ് ഫോർ കൊമേഴ്ഷ്യൽ മെസ്സേജസ്, ദ നേച്ചർ ആൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പൊട്ടൻഷ്യൽ ബയേഴ്സ് ആൻഡ് സംടൈംസ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് ദി ആഡ്. ഇവർ റിസർച്ച് ചെയ്യാണ് നമ്മളുടെ ആഡ് കൃത്യമായിട്ടും വൃത്തിയായിട്ടും ചെയ്യാൻ നമുക്ക് പറ്റുമോ, മെസ്സേജ് കൺവേ ചെയ്യാൻ പറ്റുമോ, നമ്മൾ വിചാരിച്ച ഓഡിയൻസിലേക്ക് അത് എത്തിയോ, അതുപോലെ തന്നെ ആ ആഡിന് കൃത്യമായിട്ടുള്ളൊരു ഇഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ, ഇത് നോക്കാനാണ് റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. അത് നോക്കി മനസ്സിലാക്കി ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി അടുത്ത പരസ്യത്തിൽ ആ കുറവുകൾ നികത്തി നല്ല രീതിയിലുള്ള പരസ്യം ചെയ്യാനായിട്ട് പറ്റും. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ അഡ്വർടൈസിങ് ഏജൻസി. ഒരു ആഡ് ഏജൻസിക്ക് ഉണ്ടായിരിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ. ടു സ്റ്റഡി ദ പ്രോഡക്റ്റ് ഓർ ദി സർവീസ് ഇൻ ഡെപ്ത്. കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിക്കാതെ അവർക്ക് എന്തായാലും പരസ്യം ചെയ്യാനായിട്ട് പറ്റില്ല. ടു അനലൈസ് ദ പ്രസൻറ്റ് ആൻഡ് പൊട്ടൻഷ്യൽ സോഴ്സസ് ഓഫ് ബിസിനസ്. ഈ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോഴത്തെ സാധ്യതകൾ, എന്തൊക്കെ ബിസിനസ് സാധ്യതകളുണ്ടെന്ന് കണ്ടെത്തുക. ടു നോ ദ മെത്തേഡ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, സെയിൽസ്, ഓപ്പറേഷൻസ് ആസ് ടു അഡ്വൈസ് ദ ക്ലയൻറ്റ്. ഏതൊക്കെ രീതിയിലൂടെയുള്ള ഡിസ്ട്രിബ്യൂഷനും സെയിൽസുമാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ തരം ഓപ്പറേഷൻസാണ് ഈ പ്രോഡക്റ്റിൻ്റെ സെയിലിന് വേണ്ടി ചെയ്യേണ്ടതെന്നുള്ളത് കണ്ടെത്തി നമ്മളുടെ ക്ലയൻറ്റിന് പറഞ്ഞു കൊടുക്കുക. ടു സ്റ്റഡി ദ മീഡിയ ആൻഡ് പ്രപ്പോസ് ദോസ് മീഡിയ വിച്ച് വിൽ ഗെറ്റ് ദ മെസ്സേജ് ടു ദി റൈറ്റ് പീപ്പിൾ അറ്റ് ദി ലോവസ്റ്റ് ഇഫക്റ്റീവ് പ്രൈസ്. അത് മീഡിയ ഡിപ്പാർട്ട്മെൻറ്റ് കൃത്യമായിട്ട് ചെയ്യും. മീഡിയകൾ ഓരോന്നിനെയും തരംതിരിച്ച് പഠനം നടത്തി ഏത് മീഡിയയെ ഉപയോഗപ്പെടുത്തിയാൽ കൃത്യമായിട്ട് നമുക്ക് കൊടുക്കേണ്ട മെസ്സേജ് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ച് പഠനം നടത്തുക. ടു ഫോർമുലേറ്റ് എ ഡെഫിനിറ്റ് അഡ്വർടൈസിംഗ് പ്ലാൻ ദാറ്റ് വിൽ ഇൻക്ലൂഡ് ഡിസ്ട്രിബ്യൂഷൻ, പ്രൈസിംഗ്, മീഡിയ സ്ട്രാറ്റജി, ക്രിയേറ്റീവ് സ്ട്രാറ്റജി, ബഡ്ജറ്റിംഗ് എക്സെട്ര. എങ്ങനെ പരസ്യം ചെയ്യണം, അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഏതൊക്കെ, അതിനു വേണ്ടി വരുന്ന ചിലവ് എത്ര, ഏതൊക്കെ മീഡിയകൾ ഉപയോഗപ്പെടുത്തണം, എങ്ങനെ അത് കൃത്യമായിട്ട് ചെയ്ത് പൂർത്തിയാക്കാൻ എത്ര ചിലവ് വരും എന്നുള്ള ബഡ്ജറ്റ് പ്ലാനിങ് ഉൾപ്പെടെ ചെയ്യുന്നതും ആരുടെ ഉത്തരവാദിത്വമാണ്? ആഡ് ഏജൻസിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ടു ഓർഗനൈസ് പീരിയോഡിക്കൽ റിസർച്ച് ടു സ്റ്റഡി പീപ്പിൾസ് ആറ്റിറ്റ്യൂഡ്, ബൈയിങ് ഹാബിറ്റ്, ലിവിങ് സ്റ്റാൻഡേർഡ്സ്, സ്പെൻഡിങ് ഹാബിറ്റ് എക്സെട്ര ടു മേക്ക് അഡ്വർടൈസിങ് മോർ ഇഫക്റ്റീവ്. അത് അത്യാവശ്യമാണ്. അത് റിസർച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഓൾറെഡി ചെയ്യും. ആളുകളുടെ ജീവിത രീതി എങ്ങനെയാണ്, അവർക്കൊരു പുതിയ പ്രോഡക്റ്റ് എങ്ങനെ പരിചയപ്പെടുത്തണം, അവരുടെ കയ്യിൽ എത്ര പൈസ പർച്ചേസിന് വേണ്ടി സ്പെൻഡ് ചെയ്യാനുണ്ട്, അവർക്ക് ഏതൊക്കെ പ്രോഡക്റ്റ് എങ്ങനെയൊക്കെ പരിചയപ്പെടുത്തിയാലാണ് കൂടുതൽ താല്പര്യം ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റിൽ ആ കാര്യങ്ങളെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ജനങ്ങളിലേക്ക് നമ്മളുടെ അഡ്വർടൈസ്മെൻറ്റ് കൂടുതലായിട്ട് എത്തിക്കാനുള്ളൊരു ശ്രമം നടത്തുക. ലീഡിംഗ് അഡ്വർടൈസിംഗ് ഏജൻസി ഇൻ ദ കൺട്രി ആർ ജെ വോൾട്ടർ തോംസൺ, ഒഗിൽവി ആൻഡ് മാത്തർ, ലിൻഡാസ്, റെഡിഫ്യൂഷൻ, സാറ്റ്ചി, മുദ്ര എക്സെട്ര. ജെലിറ്റ ഈസ് എ ലീഡിംഗ് അഡ്വർടൈസിംഗ് ഏജൻസി ബേസ്ഡ് ഇൻ കേരള. കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാനപ്പെട്ട ചില ന്യൂസ് ഏജൻസികളെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ നിങ്ങളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. ദെൻ DAVP, നമ്മൾ ഓൾറെഡി പബ്ലിക് റിലേഷൻ പഠിച്ചപ്പോൾ ചർച്ച ചെയ്തു പോയ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചു പോയതാണ്
ഒരിക്കൽ കൂടി അതിവിടെ ആവർത്തിച്ച് അല്പം കൂടി ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമ്മളത് വേഗത്തിൽ പറഞ്ഞു പോകും, കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ മാറ്ററാണ്. DAVP, the Directorate of Advertising and Visual Publicity, is a multimedia agency of the central government. The origin of DAVP can be traced back to the time of World War II. The British government in India appointed a chief press advisor during this period, advertising also his responsibility. Later, the post of advertising consultant was created in 1941 under the chief press advisor. Following the expansion of its scope, function and activities, this advertising unit was declared an attached office of the Ministry of Information and Broadcasting on October 1st, 1955. The office also assumed the name DAVP. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്തുള്ള ഒരു സ്ഥാപനമാണ്. അന്ന് പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ആശയങ്ങളും ആവശ്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ട ഒരു അഡ്വർടൈസിങ് ഏജൻസി ആയിട്ട് മാത്രമാണ് അത് പ്രവർത്തിച്ചിരുന്നത്. പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും ഈ ഓഫീസിന് കൃത്യമായിട്ടുള്ള ഉദ്ദേശമുണ്ടെന്നും അതിനെക്കൊണ്ട് കൃത്യമായിട്ടുള്ള ഉപകാരങ്ങളുണ്ടെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് DAVP എന്ന് പറയുന്ന ഓഫീസ് 1955 ഒക്ടോബർ 1 സ്ഥാപിതമായി. DAVP is the primary multimedia advertising agency of the central government to inform people about government's activities, policies and programs, and to motivate them to participate in the developmental activities. It caters to the communication needs of the clients, ministers and departments, as also some autonomous bodies and PSUs in different language through print material, press advertisements, audiovisual publicity program, on radio and television, outdoor publicity and exhibitions. This is one of the largest advertising and public relation agency in the country with a network of regional offices, production centers, distribution centers, outdoor publicity units and field exhibition units. ഇന്ന് ഇവർക്ക് പരസ്യം ചെയ്യാനായിട്ട് പല രീതിയിലുള്ള മാതൃകകൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ പ്രിൻ്റ് മെറ്റീരിയൽസിലൂടെ പ്രസ് അഡ്വർടൈസ്മെൻറ്റുകളിലൂടെ ഇവർ പ്രവർത്തിക്കുന്നുണ്ട്. ഓഡിയോ വിഷ്വൽ പബ്ലിസിറ്റിക്ക് വേണ്ടി റേഡിയോയും ടെലിവിഷൻ ചാനലുകളും ഇവർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഔട്ട്ഡോർ പബ്ലിസിറ്റി, ചില പെട്രോൾ പമ്പുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ രീതിയിൽ നരേന്ദ്രമോദിയുടെ ഉജ്ജ്വൽ യോജനയുടെ ഫ്ലക്സ് വെച്ചിരിക്കുന്ന കാണാം. LPGയുടെ ഉപയോഗം, അതുപോലെ തന്നെ പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങൾക്ക് ഡിജിറ്റൽ ട്രാൻസ്ഫർ നടത്തൂ, ഡിജിറ്റൽ ഇന്ത്യയിലേക്ക് ഉയരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരസ്യങ്ങളൊക്കെ നിങ്ങൾ വലിയ ബോർഡുകളിൽ വെച്ചിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് വഴി, ഔട്ട്ഡോർ പബ്ലിസിറ്റി വഴി, പ്രൊഡക്ഷൻ സെൻറ്റേഴ്സ് വഴി, റീജിയണൽ ഓഫീസസ് വഴി പല വിധത്തിലൂടെ സെൻട്രൽ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന പോളിസികളും സെൻട്രൽ ഗവൺമെൻറ്റിന് ജനങ്ങളുമായിട്ട് സംവദിക്കാനുള്ള ആശയങ്ങളും പരസ്യരൂപേണ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് DAVP പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. DAVP adopts a comprehensive campaign approach to carry out its task. It covers a wide range of communication media which include press advertising, printed publicity through posters, folders, booklets, stickers, etc. Outdoor publicity is carried out through hoardings, bus panels, kiosks, wall painting, cinema slides, etc. DAVP also produces radio and TV commercials, short films and jingles. DAVP has also facility to direct mass mailing. എല്ലാവരെയും തെരഞ്ഞു പിടിച്ച് മെയിൽ അയക്കുക, അല്ലെങ്കിൽ പത്രത്തിലൂടെ, TV-യിലൂടെ, റേഡിയോയിലൂടെ പാട്ട് രൂപേണയോ ചില ഡോക്യുമെൻ്ററീസിൻ്റെ രൂപേണയോ പ്രസിദ്ധപ്പെടുത്തുക, ഒരു ഓഡിയോ വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സായിട്ട്, ബുക്ക്ലെറ്റ്സായിട്ട്, പോസ്റ്റേഴ്സായിട്ടൊക്കെ പറ്റാവുന്ന എല്ലാ മേഖലകളിലൂടെയും ഗവൺമെൻറ്റിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഈ ഗവൺമെൻറ് ആയിരുന്നു ഏറ്റവും നല്ല ഗവൺമെൻറ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് DAVPയെ ഉപയോഗിക്കുന്നത്. നിങ്ങൾ സിനിമാ ഹാളുകളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ചില പബ്ലിക് ഇൻട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന ഏതെങ്കിലും പദ്ധതികളെക്കുറിച്ചൊക്കെയുള്ള പരസ്യങ്ങൾ DAVP നൽകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. DAVP headed by a Director General
Apart from its headquarters in Delhi, DAVP has 2 regional offices in Bangalore and Guwahati. It has 35 field exhibition units located in different parts of the country. It has 2 regional distribution centers at Madras and Calcutta, 2 exhibition workshops at New Delhi and Madras. ചിലയിടത്ത് റീജിയണൽ ഓഫീസുകളുണ്ട്, 35ഓളം ഫീൽഡ് എക്സിബിഷൻ യൂണിറ്റ്സ് ഉണ്ട്, 2 റീജിയണൽ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, 2 വർക്ക്ഷോപ്സ് നടത്താൻ പറ്റിയ സെൻറ്റേഴ്സും ഇവർക്കുണ്ട്. DAVP's campaign wing makes concentrated effort to extend the media research to remote and far-flung areas of the country. This agency campaigns to foster the spirit of secularism and national integration in the country through radio programs, TV commercial, printed materials, exhibition, etc. It also handles themes like communal harmony, welfare of the weaker section, wealth, health, family planning, etc. DAVP has an yearly allocation of crores of rupees. This helps DAVP to support media industry, especially as the small medium-sized newspaper, significantly. ഓരോ DAVPയുടെ പ്രവർത്തനങ്ങളിലൂടെയും ഈ രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി, ഈ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വരുന്ന എല്ലാ വിധത്തിലുള്ള സർവോത്മുഖമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സംഘടന കൊടുക്കുന്ന മെസ്സേജുകളിലൂടെ മാക്സിമം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും അവർക്ക് വേണ്ട രീതിയിൽ, അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ പോളിസികൾ അവരുടെ മുൻപിൽ അവതരിപ്പിക്കാനുമുള്ള ഒരു ശ്രമമാണ് ആര് നടത്തുന്നത്? DAVP നടത്തുന്നത്. അതിനുവേണ്ടി വർഷാവർഷം കോടിക്കണക്കിന് രൂപയാണ് DAVP എന്ന സംഘടനയ്ക്ക് വേണ്ടി ഗവൺമെൻറ് ചെലവഴിക്കുന്നത്. നെക്സ്റ്റ് വൺ, ASCI, Advertising Standard Council of India, a voluntary association of advertisers, advertising agents, printers and newspaper, was set up in 1959 to uphold the cause of advertisers, to improve advertising standards and to protect the interest of the consumers. Its headquarters is in Bombay. ഇന്ന് മുംബൈ എന്ന് വിളിക്കും. ASCIയുടെ ഉദ്ദേശമാണ് പറയുന്നത്, അഡ്വർടൈസേഴ്സ് എന്തിനുണ്ടാവുന്നു, എന്താണ് അഡ്വർടൈസേഴ്സിൻ്റെ ആവശ്യം. 2, ഇംപ്രൂവ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ദി അഡ്വർടൈസിങ് ആൻഡ് ടു പ്രൊട്ടക്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി കൺസ്യൂമേഴ്സ്. നമ്മൾ സാധാരണക്കാരനും പരസ്യം കാണുമ്പോൾ ചില അവകാശങ്ങളുണ്ടെന്നേ, ആ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണ്ടേ? അതിനുവേണ്ടി കൂടിയാണ് ഈ സംഘടന നിലകൊള്ളുന്നത്. എനിക്ക് ഏതെങ്കിലും ഒരു പരസ്യത്തിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ച് മോശമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിൽ, ഈ രാജ്യത്തിൻ്റെ അന്തസ്സിന് നിരക്കാത്തതാണ് എന്നുള്ള തോന്നൽ എനിക്കുണ്ടെങ്കിൽ, എനിക്ക് ധൈര്യമായിട്ട് ഈ ASCIയിലേക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം. എൻ്റെ കംപ്ലയിൻറ്റ് സത്യമാണെന്ന് തെളിഞ്ഞാൽ ഒന്നുകിൽ അവർക്ക് ഒരു ഫൈൻ അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ അവർക്ക് ആ പരസ്യം പിൻവലിക്കേണ്ടി വരും. അതുമല്ലെങ്കിൽ ആ പരസ്യത്തിൽ ആ പറഞ്ഞിരിക്കുന്ന വാചകത്തിന് മാറ്റം വരുത്തിയതിന് ശേഷം ആ പരസ്യം അവർക്ക് പ്രദർശിപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. A code for self-regulation for the advertising profession drawn by the ASCI, which is largely followed by the advertisers. ഇവർ ഇന്ന് കൊടുക്കുന്ന ഈ മാതൃകയാണ്, ഒരു സെൽഫ് കണ്ടക്റ്റാണ് ഇന്നും അഡ്വർടൈസേഴ്സ് ഇന്ത്യയിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ASCI's primary goal is to maintain and enhance the public confidence in advertising. It encourages the public to complain against the advertisements with which they may be unhappy for any reason and ensure that each complaint receives a prompt and objective consideration by an impartial committee which takes into account the viewpoint of the advertisers and an appropriate decision is communicated all concerned. ASCI's endeavors to achieve compliance with its decision through reasoned persuasion and the power of public opinion. ASCIയിലെ പരാതിപ്പെട്ടാൽ ആ പരാതിക്ക് കൃത്യമായിട്ടുള്ള പരിഹാരം അവർ നിർദ്ദേശിക്കും. അത്തരത്തിലുള്ളൊരു നടപടി അവരുടെ ഭാഗത്തുനിന്ന് എന്തായാലും സംഭവിക്കും. ഒപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കും അവരവരുടെ നിർദ്ദേശങ്ങൾ അയക്കും, അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കും. എന്ത് തന്നെയായാലും ASCI ഇവിടെ പ്രവർത്തിക്കുന്നത് ഒരു തരത്തിലുള്ള മോശം പ്രവണതയും അഡ്വർടൈസ്മെൻറ്റിൽ ഉണ്ടാവാതിരിക്കാനും, ജനങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് ദോഷകരമായിട്ടോ അൺഹാപ്പി ആയിട്ട് മാറാതിരിക്കാൻ വേണ്ട
ഡിസിഷൻസ് ആണ് ഈ പറയുന്ന ASCI എന്ന് പറയുന്ന ഈ സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു വോളണ്ടറി ഓർഗനൈസേഷനാണ്. പൈസയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതല്ലാത്തത് കൊണ്ട് ആർക്കും ഇതിനെ വിലയ്ക്ക് വാങ്ങാനോ ഇതിൻ്റെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാനോ സാധിക്കില്ല. ഇനി ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് അഡ്വർടൈസിങ് ക്യാമ്പയിൻ. ആ ടോപ്പിക്കോട് കൂടി ഈ ചാപ്റ്റർ തീരാണ്. നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് അതാണ് അഡ്വർടൈസിങ് ക്യാമ്പയിൻ. The term campaign is applied to systematic effort to elect a political candidate, to raise a fund or persuade people to buy soaps, automobiles, mobile phones, etc. The important principles of all these are the same: planning, management, execution and evaluation. നമ്മൾ നേരത്തെ PR ക്യാമ്പയിനിങ്ങിൽ കണ്ട അതേ പ്രോസസ്സ് തന്നെ ഇവിടെയും ചെയ്യുന്നുള്ളൂ. ആദ്യം പ്ലാൻ ചെയ്യും, പിന്നീട് അത് മാനേജ്മെൻറ്റ് തലത്തിലേക്ക് അതിന് അപ്രൂവലിന് കൊടുക്കും, മൂന്നാമത്തേത് അത് എക്സിക്യൂട്ട് ചെയ്യും, നാലാമത്തേത് അതുകൊണ്ടുണ്ടായ ഇമ്പാക്റ്റ് എന്താണെന്നും എഫക്റ്റ് എന്താണെന്നും അനലൈസ് ചെയ്യും. അഡ്വർടൈസിങ് ക്യാമ്പയിൻ ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് സസ്റ്റൈൻഡ് എഫേർട്ട് ടു ബൂസ്റ്റ് സെയിൽ ഓർ ടു എൻഹാൻസ് ദ റെപ്യൂട്ടേഷൻ ഓഫ് എ കമ്പനി. നമ്മൾ പല ആവർത്തി പറഞ്ഞു കേട്ട വാചകം തന്നെയാണ്, അത് ഓർത്തു വയ്ക്കുക. അഡ്വർടൈസിങ് ക്യാമ്പയിൻ ഈസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് സസ്റ്റൈൻ, വളരെ കൃത്യമായിട്ട് പോകുന്നതും ഒപ്പം നിലനിൽക്കുന്നതുമായിരിക്കണം. സിസ്റ്റമാറ്റിക് ആൻഡ് സസ്റ്റൈൻ എഫേർട്ട് ടു ബൂസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഒരു മോട്ടിവേഷൻ കൊടുക്കുക. ദ സെയിൽസ് ആൻഡ് ടു എൻഹാൻസ് ദ റെപ്യൂട്ടേഷൻ ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ സെയിൽസിനെ കൂട്ടാനോ ആ കമ്പനിയുടെ നല്ല പേരിനെ കൂട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന സിസ്റ്റമാറ്റിക് ആൻഡ് സസ്റ്റൈൻഡ് എഫേർട്ടാണ് അഡ്വർടൈസിങ് ക്യാമ്പയിൻ. സക്സസ്ഫുൾ അഡ്വർടൈസിങ് ക്യാമ്പയിൻസ് achieve far more than the sporadic advertising and may last from a few weeks and months to years. Advertising is a costly affair. Advertising campaign consisting of ads in several media simultaneously cutting across different regions and languages is an enormously costly affair. നമുക്കറിയാവുന്ന പോലെ പല ഭാഷകളിൽ പല രീതിയിൽ പല ഡിഫറെൻറ്റ് മീഡിയകളിലൂടെയാണ് പരസ്യം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു വളരെ ചെലവ് കൂടിയ പ്രവൃത്തിയാണ്. ദ 2010 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യാസ് ആഡ് ക്യാമ്പയിൻ പ്രോജക്റ്റ് ആസ് എ ബാങ്കർ ടു എവറി ഇന്ത്യൻ. അത് സ്റ്റേറ്റ് ബാങ്കിൻ്റെ ഒരു വലിയ ക്യാപ്ഷനാണ്, ദ ബാങ്കർ ടു ദീസ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞിട്ട് അവർ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ നടത്തി. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ബാങ്ക് എക്സ്പീരിയൻസ് ദി നെക്സ്റ്റ് ജനറേഷൻ ബാങ്കിങ് എന്നാണ് അവരുടെ ഓഫർ. അവരെപ്പോഴും ഒരു പടി മുകളിലാണ് എന്ന് പറയാനായിട്ട് അവർ നടത്തുന്ന ആഡ് ക്യാമ്പയിൻ വുഡ് ഹാവ് കോസ്റ്റ് ദ കമ്പനി എ ഫ്യൂ 100 crores. അത്തരത്തിലൊരു ക്യാമ്പയിൻ നടത്താൻ നൂറുകണക്കിന് കോടിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെലവഴിച്ചത്. ഓൾ ദിസ് മണി ആൻഡ് ദി അതർ എഫേർട്ട് വിൽ ഫെർട്ടൈൽ ഇഫ് ദി ഒബ്ജക്റ്റീവ് ഓഫ് ദി ആഡ് ക്യാമ്പയിൻ ആർ നോട്ട് അച്ചീവ്ഡ്. ഒരു ആഡ് ക്യാമ്പയിൻ നടത്തി അത് ഫലവത്താക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ഈ ചിലവാക്കുന്ന പൈസയും സമയവും ഒക്കെ വേസ്റ്റാണ് എന്നുള്ളതാണ്. ദ ഫോളോയിങ് പോയിൻറ്റ്സ് ആർ ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് വൈൽ പ്ലാനിങ് ഫോർ എൻ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ ഫോർ എ ബിഗ് കമ്പനി. ഒരു വലിയ കമ്പനിക്ക് വേണ്ടി ഒരു അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ തന്നെ ഓർഡറിൽ പഠിക്കുക. നമ്മൾ PR ക്യാമ്പയിൻ പഠിച്ച പോലെ തന്നെ അതേ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കാരണം ആഡ് ക്യാമ്പയിനും എപ്പോഴും ചോദിക്കുന്നതാണ്. പല പോയിൻറ്റ്സും ആവർത്തിച്ച് വരുന്നുണ്ടായിരിക്കും. ഇവാലുവേഷൻ, പ്ലാനിങ്, എക്സിക്യൂഷൻ അതൊക്കെ സെയിം ആയിരിക്കും. പക്ഷേ അതിന് അടിയിൽ എഴുതുന്ന ടോപ്പിക്കിൽ ചെറിയ മാറ്റം വരുത്തണം. പബ്ലിക് റിലേഷൻ എന്നുള്ളിടത്തൊക്കെ അഡ്വർടൈസ്മെൻറ്റ് നാക്കി മാറ്റേണ്ട ഒരു ആവശ്യം വരും. അത്രമാത്രം ചെയ്താൽ മതി. അപ്പോൾ അത്രയും ഈസിയാണ്. പക്ഷേ ഈസിയാണെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് അത് സ്റ്റഡി ചെയ്യാതിരിക്കരുത്. ആദ്യം അനാലിസിസ് ഓഫ് ദി മാർക്കറ്റ് സിറ്റുവേഷൻ. അവിടെ അത് തന്നെയാണ് ചെയ്തത്. This is to monitor the overall situation of the market if the target region is going through a political or economic crisis. Then it is a wrong time to launch an ad campaign. ആദ്യം നമ്മളുടെ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണം. ആൾക്കാരിൽ പൈസ ഉണ്ടോ? ഇപ്പോൾ ഈ കൊറോണ സമയത്ത് ഒരുപാട് കമ്പനികൾ പരസ്യം ചെയ്യുന്നതിൽ നിന്ന് പിൻവാങ്ങി. എന്താ കാരണം? ആൾക്കാരിൽ പ്രോഡക്റ്റ് ബൈ ചെയ്യാൻ പൈസയില്ല. കൊറോണയുടെ പേരിൽ ഒരുപാട് പേര് ജോലി നഷ്ടപ്പെട്ടു. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് പുതിയൊരു പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്തി കൊടുത്തോണ്ടോ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് അവരുടെ മുൻപിൽ അവതരിപ്പിച്ചോണ്ടോ യാതൊരു കാര്യമില്ല. കാരണം മേടിക്കാൻ പൈസ വേണ്ടേ?
അപ്പോൾ സിറ്റുവേഷൻ എന്താണെന്ന് നോക്കണം, ഇപ്പോഴത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നല്ല സമയമാണെങ്കിൽ മാത്രമേ ഒരു ആഡ് ക്യാമ്പയിനിങ് പുതിയതായിട്ട് രൂപം കൊടുക്കാനായിട്ട് പാടുള്ളൂ. ഡിറ്റർമൈൻ ദി അഡ്വർടൈസിങ് ഒബ്ജക്റ്റീവ്സ് തീരുമാനിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് എന്താണ് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള മെസ്സേജ് എന്ന് ആദ്യം തീരുമാനിക്കണം. അതെങ്ങനെ എത്തിക്കണമെന്നാണ് പിന്നീട് തീരുമാനിക്കേണ്ടത്. The goals of an advertisement campaign are important. It would be to boost sale, to promote corporate image or reputation, to launch a new product or service, or to educate the consumer. കൃത്യമായിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? പ്രോഡക്റ്റിൻ്റെ സെയിൽ കൂട്ടാണോ വേണ്ടത്? അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റ് നമ്മളുടേതായിട്ട് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണോ വേണ്ടത്? അല്ലെങ്കിൽ നമുക്കൊരു ഇമേജ് ഇവിടെ നിലനിൽക്കുന്നുണ്ട്, ആ കോർപ്പറേറ്റ് ഇമേജ് വർദ്ധിപ്പിക്കുകയാണോ വേണ്ടത്? എന്താണ് നമ്മുടെ ലക്ഷ്യമെന്ന് ആദ്യം ഡിഫൈൻ ചെയ്യണം. അഡ്വർടൈസിങ് ബഡ്ജറ്റ്. നെക്സ്റ്റ് ബഡ്ജറ്റാണ്. എത്ര ഫണ്ട് ഇതിനു വേണ്ടി ചിലവാകും? ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, സ്റ്റേറ്റ് ബാങ്കിന് 100 crores ചിലവാക്കേണ്ടി വന്നു. അപ്പോൾ ഇത് നമ്മൾ നടപ്പിലാക്കി കൊടുക്കണമെങ്കിൽ എത്ര രൂപ ചിലവ് വരും എന്നുള്ളത് ആദ്യം പറയണം. ദിസ് വിൽ ഡിറ്റർമൈൻ ദ റിസോഴ്സസ് അലോക്കേറ്റഡ് ഫോർ ദി ക്യാമ്പയിൻ. ക്യാമ്പയിന് വേണ്ടി ചിലവാക്കപ്പെടുന്ന അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുന്ന റിസോഴ്സിന് എന്ത് ചിലവ് വരും. സെലക്ഷൻ ഓഫ് ദ മീഡിയ. ഏതിലൂടെ ചെയ്താൽ ജനങ്ങളിലേക്ക് എത്തും? പേപ്പറാണോ നല്ലത്, അല്ലെങ്കിൽ ടി വി ആണോ, റേഡിയോ ആണോ? സ്ത്രീകളും ഒരുവിധം ബാക്ക്വേർഡ് ഏരിയയിൽ, റൂറൽ ഏരിയയിലുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ് ആണെങ്കിൽ അതിന് റേഡിയോ ആണ് നല്ലത്. ഇന്ന് പക്ഷേ റേഡിയോ ഉപയോഗിക്കുന്നതിനേക്കാൾ ലാഭം ടി വി ഉപയോഗിക്കുന്നതാണ്. കാരണം വീട്ടമ്മമാർ ഒരുപാട് പേര് ടി വി ആണെന്ന് കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ സീരിയലിൻ്റെ സമയം സെലക്ട് ചെയ്താൽ അപ്രോപ്രിയേറ്റായി. ദ മോസ്റ്റ് ഇഫക്റ്റീവ് മീഡിയം or combination of media that can convey the message effectively to the target audience is of prime importance. നമ്മളുടെ ഓഡിയൻസ് ആരാണെന്നും അവരെപ്പം ഈ മാധ്യമങ്ങളെ നോക്കുമെന്നും മനസ്സിലാക്കി വീട്ടമ്മമാർ സാധാരണ ബഹുഭൂരിപക്ഷം പേപ്പർ എന്ന് പറയുന്നത് വായിക്കാറില്ല. ഒരു മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള പുരുഷന്മാർ എന്താ പറയുക, വീട്ടിലെ പാരൻസിൽ തന്നെ അച്ഛന്മാരായിട്ടുള്ളവർ, പ്രായമായിട്ടുള്ളവരുമാണ്, മെയിൽ ക്യാരക്ടേഴ്സാണ് കൂടുതലായിട്ടും പത്രം വായിക്കുന്നത്. അപ്പോൾ പത്രത്തിലൂടെ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവർ കൂടുതലും മെയിൽസ് ആയിരിക്കണം. ക്രിയേഷൻ ഓഫ് ദി മെസ്സേജ് ഓർ കോപ്പി. ദെൻ അടുത്തത് ചെയ്യേണ്ടത്, എന്താണ് നമുക്ക് കൊടുക്കേണ്ട മെസ്സേജ് എന്നുണ്ടെങ്കിൽ അതിനെ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പരസ്യം, അതെന്താണ് ആ പരസ്യം എന്നുള്ളത് ചെയ്തു വയ്ക്കുക. ഇപ്പോൾ ഒരാൾ റോട്ടിൽ കൂടെ നടക്കുന്നു, അപ്പോൾ അയാളുടെ കാലുമ എന്തെങ്കിലും ഒരു സാധനം പെട്ടെന്ന് തറച്ച് കയറുന്നു. അപ്പോൾ പരസ്യം പറയുന്നു, അത് സാധാരണ ചെരുപ്പുകൾ ഉപയോഗിച്ചാൽ കല്ലും മുള്ളൊക്കെ പെട്ടെന്ന് ഈ പാദത്തുമ്മ വന്ന് കൊള്ളാനുള്ള സാധ്യതയുണ്ട്. ഈ പറയുന്ന ഏതെങ്കിലും ഒരു കമ്പനി ബാറ്റയുടെ ചെരുപ്പോ ഷൂവോ ഉപയോഗിക്കൂ. ഇതിൻ്റെ അടിഭാഗം സോള് ഭയങ്കര കട്ടിയുള്ളതാണ്, അത് ആണിയെയും മുള്ളിനെയും കല്ലിനെയും ചെറുത്ത് നിർത്തുന്നു എന്ന് പറയുന്ന. അപ്പം നമ്മുടെ മെസ്സേജ് എങ്ങനെ നമ്മൾ പരസ്യമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഈ സെക്ഷനിൽ നടക്കേണ്ടത്. വാട്ട് ഈസ് ദി ഓവറോൾ തീം ആൻഡ് ദി യുണീക്ക് സെല്ലിംഗ് പ്രപ്പോസിഷൻ ഓഫ് ദി ക്യാമ്പയിൻ? വാട്ട് സോർട്ട് ഓഫ് അപ്പീൽസ് ആർ ടു ബി അപ്ലൈഡ്, റാഷണൽ ഓർ ഇമോഷണൽ? അത് വളരെയധികം ചിന്തിക്കേണ്ട കാര്യം. യുക്തിപരമായിട്ടുള്ള പരസ്യം വേണോ, ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് വേണോ? യുക്തിപരമായിട്ടൊരു പരസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കാറിൻ്റെ പരസ്യം, നല്ല മൈലേജ്, നല്ല പെർഫോമൻസ്, ABS ടെക്നോളജി ഉപയോഗിച്ചിരിക്കുന്നു, 6 എയർ ബാഗ് ഉപയോഗിച്ചിരിക്കുന്നു, റാഷണലാണ്, എല്ലാ തരത്തിലുള്ള ക്വാളിറ്റിയും ഉണ്ട്. ഇമോഷണൽ ആണെങ്കിലോ, അതിനുള്ള ഉത്തരവാണ് ഡെറ്റോളിൻ്റെ പരസ്യം. ഒരു കുട്ടി കുടുക്ക പൊട്ടിക്കുന്നു, കുടുക്കയിൽ നിന്ന് കാശ് പറക്കിയെടുക്കുമ്പോൾ അവൻ്റെ കൈ മുറിയുന്നു. അമ്മ വന്നിട്ട് ഇവൻ കുടുക്ക പൊട്ടിച്ച് പറക്കാൻ നോക്കുമ്പോൾ അമ്മ വന്ന് സഹായിക്കുന്നു. അമ്മയുടെ കൈയ്യുമ്മ ഈ കുടുക്കയുടെ കഷ്ണം കൊള്ളുന്നു, കൈ പൊട്ടുന്നു. അപ്പം തന്നെ അവൻ കോട്ടണിൽ ഡെറ്റോളാക്കി അമ്മയുടെ കൈ തുടച്ചു കൊടുക്കുന്നു. അപ്പം അമ്മ വളരെ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്യാൻ, പൈസ വേണമെങ്കിൽ ചോദിച്ചുകൂടായിരുന്നു. അപ്പോൾ ആ കുട്ടിയോട് പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ എന്നുള്ള മെസ്സേജ് കൊടുക്കുകയാണ്. പക്ഷെ കുട്ടി പറയുന്ന മറുപടിയാണ് അതിൽ ഇമോഷണൽ. അമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റിനുള്ള പൈസ അമ്മയോട് എങ്ങനെ ചോദിക്കുക? അപ്പോൾ ഭയങ്കര ഒരു സെൻറ്റിമെൻറ്റ്സ് അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. ആ ഇമോഷനിലൂടെ നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു സാധനം ഡെറ്റോൾ ആണെന്ന് അവർ പറയാതെ പറയാം. ഇതാണ് റാഷണൽ ഓർ ഇമോഷണൽ. അതിലേത് മെത്തേഡ് ഉപയോഗിക്കണമെന്ന് ഇവർ തീരുമാനിക്കണം. ദ ലാംഗ്വേജ് ഓഫ് ദി ക്യാമ്പയിൻ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഇൻ
കൺട്രി ലൈക്ക് ഇന്ത്യ. ഏത് ലാംഗ്വേജ് ഉപയോഗിക്കണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ മിക്ക പരസ്യങ്ങളും നിങ്ങൾ നോക്കിയാൽ കാണാം, ഹിന്ദിയിലെടുത്തിട്ട് അത് ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും തമിഴിലേക്കും ഒക്കെ ഡബ് ചെയ്തിരിക്കുകയായിരിക്കും. കാരണം അതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. കാരണം ഹിന്ദി കൺസ്യൂമേഴ്സാണ് ഏറ്റവും കൂടുതലുള്ളത്. അവർക്കാണ് ആ പരസ്യം അതേ ലാംഗ്വേജിൽ തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുക. പക്ഷേ അതേ പ്രോഡക്റ്റിന് തന്നെ മലയാളത്തിലൊക്കെ പരസ്യം കൊടുക്കേണ്ടി വരുമ്പോൾ വീണ്ടും ഒരു പരസ്യം എടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ ഈ പരസ്യം തന്നെ അവർ ഡബ് ചെയ്ത് ഉപയോഗിക്കും. നെക്സ്റ്റ് വൺ, കോർഡിനേഷൻ ഓഫ് അഡ്വർടൈസിങ് വിത്ത് അതർ പ്രൊമോഷണൽ ആൻഡ് സെല്ലിംഗ് ഐഡിയാസ്. An ad campaign can be more effective if other marketing communication tools such as corporate communication tools and promotional activities are also geared for the occasion. ഒരു പരസ്യം നല്ല രീതിയിൽ വർക്കൗട്ട് ആവണമെങ്കിൽ മറ്റ് ഐറ്റംസിനെയും അതിൻ്റെ കൂടെ കോർഡിനേറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് പ്രൊമോഷണൽ ആൻഡ് സെല്ലിംഗ് ഐഡിയാസ് ലൈക്ക് ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ, അല്ലെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്തത് പർച്ചേസ് ചെയ്യാൻ 10% ഓഫർ തരുന്നു, അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റിനും 20% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. ഇത്തരത്തിലുള്ള പ്രൊമോഷണൽ ഐഡിയാസ് ഉണ്ടെങ്കിൽ അതുകൂടി അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ്റെ കൂടെ ചേർത്താൽ രണ്ടും ഒരുമിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വൺ, ഇവാലുവേഷൻ ഓഫ് ദ റിസൾട്ട്. ഈ ആഡ് ക്യാമ്പയിൻ നമ്മൾ നടത്തിയിട്ട് എന്ത് മാറ്റമാണ് സമൂഹത്തിൽ ഉണ്ടാക്കിയത് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്യണം. ഡിഡ് ദി ആഡ് ക്യാമ്പയിൻ അച്ചീവ് ഇറ്റ് സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് ഓർ നോട്ട്? നമ്മൾ വിചാരിച്ച ലക്ഷ്യങ്ങൾ നേടിയെടുത്തോ? This is an important question that has to be addressed while evaluating the campaign. The ad might have been creative, humorous and entertaining, but if the ad has not boosted sales of product, then the campaign is ultimately a failure. നമ്മൾ വിചാരിച്ച പോലെ പ്രോഡക്റ്റിൻ്റെ സെയിൽ കൂട്ടാനോ നമ്മൾ വിചാരിച്ച പോലെ ഹ്യൂമറസ് ആൻഡ് എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റിനെ അവതരിപ്പിക്കാൻ നമ്മുടെ പരസ്യത്തിന് കഴിഞ്ഞില്ലെങ്കിൽ അതിനർത്ഥം നമ്മുടെ പരസ്യം ഗംഭീര പരാജയമായിരുന്നു എന്നാണ്. അഡ്വർടൈസിംഗ് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ബിഹൈൻഡ് ദി സക്സസ് ഓഫ് എനി പ്രോഡക്റ്റ്. ദി ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റ് മേ ബി സൂപ്പർ, ബട്ട് ഇഫ് ഇറ്റ് ഫെയിൽ ടു ക്രിയേറ്റ് എ ബസ് ഇൻ ദി മാർക്കറ്റ് ഇറ്റ് ടേംസ് ദി വിസിബിലിറ്റി ആൻഡ് ഡിസൈറബിലിറ്റി, ഇറ്റ് ഈസ് മോർ ഓർ ലെസ് റിട്ടേൺ ഓഫ്. നിങ്ങൾ ഒരു പരസ്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് ആ പ്രോഡക്റ്റിൻ്റെ സക്സസ് തന്നെയാണ്. ആ പ്രോഡക്റ്റ് ക്വാളിറ്റിയിൽ നല്ലതാണെങ്കിൽ അതിൻ്റെ പരസ്യം ക്രിയേറ്റ് ചെയ്യാനും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ടു ഇല്ലുസ്ട്രേറ്റ് ദി പോയിൻറ്റ് വി ക്യാൻ മേക്ക് എ കമ്പാരിസൺ. എ ഫിഷ് ലേസ് ഹൺഡ്രഡ്സ് ഓഫ് എഗ്സ് ഇൻ വൺ ഗോ ബട്ട് സ്റ്റേസ് ക്വൈറ്റ് അബൌട്ട് ഇറ്റ്. എ hen lays one egg but announces it to the world with a loud publicity, and the difference is the pretty obvious. Not many of us can boast of eating a fish egg, whereas most of us cannot do without a hen's egg as a part of our daily diet. ഒരു ഫിഷ് അറ്റ് എ ടൈം 100 കണക്കിന് എഗ്സ് പുറത്തേക്ക് ഇടും. പക്ഷേ അതൊരു വലിയ സംഭവമല്ല. പക്ഷേ ഒരു കോഴി ഒരു മുട്ടയിട്ടാൽ അത് ഭയങ്കര സംഭവമായിട്ട് മാറുന്നു. ഇതാണ് ആഡ് ക്യാമ്പയിൻ്റെ പ്രത്യേകത. ചെറിയ അല്ലെങ്കിൽ യൂഷ്വൽ ഇൻസിഡൻസിന് വലിയ പ്രാധാന്യമില്ല. പക്ഷേ ഒരു സംഭവം മാത്രം ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് നമുക്കൊരു ആഡ് ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം ഫിഷ് മുട്ടയിട്ടാൽ പുതിയ ഫിഷ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നു, മീൻ കുഞ്ഞുങ്ങൾ ഉണ്ടായി വരുന്നു. അതൊരു വലിയ സംഭവമല്ല. അതേസമയം ഹെൻ മുട്ടയിട്ടില്ലെങ്കിൽ നമ്മളുടെ ഡെയിലി ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഓരോ ദിവസവും 2 മുട്ട കഴിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു ഇഷ്യൂ ആണ്. സോ ഇഫ് യു വാണ്ട് ടു യുവർ പ്രോഡക്റ്റ് ടു ബി കൺസ്യൂംഡ്, യു ബെറ്റർ ലെറ്റ് ഇറ്റ് ടു ബി നോൺ ടു ദ വേൾഡ്. നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് സെയിലാവണോ, നിങ്ങൾ അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് ആദ്യം ലോകത്തോട് വിളിച്ച് പറയും. അതിനാണ് അഡ്വർടൈസ്മെൻറ്റ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ തന്നെ പ്രോഡക്റ്റ് സെയിലായിക്കോളും. However, there are times when the best of ad campaigns fall short of sending a clear and desired message to the target audience and end up being excessive in fertility. These are either over ambitious, unrealistic or simply too intelligent for the audience. ചില സമയങ്ങളിൽ ചില പരസ്യങ്ങൾ ഗംഭീര പരാജയമായിട്ട് മാറാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഒന്നെങ്കിൽ അത് ഓവർ എക്സസീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഓവർ അംബീഷ്യസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒട്ടും വിശ്വസിക്കാൻ കഴിയാത്ത അൺറിയലിസ്റ്റിക് ആയിരിക്കും,
അല്ലെങ്കിൽ ജനങ്ങളുടെ ഇൻ്റലിജൻസിന് നിരക്കാത്തതായിരിക്കും. അങ്ങനെയുള്ള പരസ്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് ആഡ് ക്യാമ്പയിൻ. അപ്പോൾ ASCI പഠിച്ചു, DAVP പഠിച്ചു, ടൈപ്സ് ഓഫ് ആഡ് പഠിച്ചു, അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ പഠിച്ചു ഈ ക്ലാസ്സിൽ. ഇനി ജസ്റ്റ് ചോദ്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു പോവാം. ടൗൺ ക്രിയേഴ്സ് ആദ്യകാലത്തെ അഡ്വർടൈസേഴ്സാണ്. സ്പേസ് സെല്ലേഴ്സാണ് ആഡ് ഏജൻസിയുടെ മറ്റൊരു വിളിപ്പേര്, അല്ലെങ്കിൽ പഴയ കാലഘട്ടത്തിൽ അവരറിയപ്പെട്ടിരുന്നത് സ്പേസ് സെല്ലേഴ്സ്. കൽക്കട്ട ജനറൽ അഡ്വർടൈസർ നമ്മളുടെ ബംഗാൾ ഗസറ്റാണ്. ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. പബ്ലിക് സർവീസ് അഡ്വർടൈസ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞു. എൻഡോഴ്സ്മെൻറ്റ് നമ്മളിവിടെ പറഞ്ഞു പോയതാണ്. ഡിഫൈൻ ആൻഡ് അഡ്വർടൈസിംഗ് ഏജൻസി. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് കൺസീവിംഗ് ആൻഡ് പ്ലേസിംഗ് ആൻ അഡ്വർടൈസ്മെൻറ്റ് ഇൻ ദി ടാർഗറ്റ് മീഡിയയിലേക്ക് ഇത് എത്തിക്കാൻ ഇവരുടെ റോൾ എന്താണ്. DAVPയുടെ ഗ്രോത്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് ദ വാരിയസ് ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നമ്മളിപ്പോൾ തന്നെ പറഞ്ഞു തീർത്തേ ഉള്ളൂ. വാട്ട് ഈസ് ആൻ അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ, എക്സ്പ്ലെയിൻ ദ ക്യാമ്പയിൻ. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു തീർത്തത് അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിൻ്റെ പ്രോസസ്സാണ്. ട്രേസ് ദ ഹിസ്റ്ററി ഓഫ് അഡ്വർടൈസിംഗ്, അനാലിസിസ് ദ ക്രിട്ടിക്കൽ റോൾ ഓഫ് അഡ്വർടൈസിംഗ് ഇൻ എ മാസ് മീഡിയേറ്റഡ് സൊസൈറ്റി. ഇത് നിങ്ങൾക്ക് പുറത്തുനിന്ന് എഴുതാവുന്ന ഒരു എസ്സേയാണ്. ഇവിടെ തന്നിരിക്കുന്ന അഡ്വർടൈസ്മെൻറ്റിൻ്റെ തുടക്കത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാം. പക്ഷേ കൂടുതലും പുറത്തുനിന്നാണ് നിങ്ങൾക്കിത് ഗ്യാസ് നിറയ്ക്കുക എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ എഴുതാൻ പറ്റിയൊരു ഉത്തരവാണ്. ഡിഫൈൻ അഡ്വർടൈസിംഗ് ആൻഡ് ഡിലിനേറ്റ് ദി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫങ്ഷൻസ് ഓഫ് അഡ്വർടൈസിംഗ് ഇൻ ടുഡേയ്സ് സൊസൈറ്റി. പോസിറ്റീവ് സയൻസിൽ നമുക്ക് ഇഫക്റ്റ് എഴുതാം, അതുപോലെ തന്നെ അവരുടെ ഫങ്ഷൻസ് എഴുതാം. അതുപോലെ തന്നെ ഇഫക്ട്സിൽ ചിലത് നെഗറ്റീവ് ഇഫക്റ്റും ഇമ്പാക്റ്റൊക്കെ ഉണ്ടാക്കുന്നതുണ്ട്. അത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതാണ്. നെക്സ്റ്റ് ചാപ്റ്റർ കോപ്പി റൈറ്റിംഗ് പ്രാക്ടീസസ് ആണ്. ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ആഡിൽ കൊണ്ടുവരേണ്ട ചില ബേസിക് നോംസ് ആൻഡ് റൂൾസിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇവിടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ലോഗോ, അതുപോലെ തന്നെയുള്ള മറ്റ് കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം നിങ്ങൾക്ക് ഈ ക്ലാസ്സിലൂടെ കിട്ടും. അതും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സായിട്ട് എടുത്ത് തീർക്കും. അതോടുകൂടി നമ്മളുടെ 4th സെമസ്റ്റർ ജേർണലിസം കംപ്ലീറ്റ് ആയിട്ട് പൂർത്തിയാവും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.